ഒരു വടക്കൻ വീരഗാഥയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് തരത്തിലുള്ള സ്റ്റാർഡം ഉണ്ടെങ്കിലും കഥ നല്ലതാണെങ്കിൽ, സ്ക്രീൻ പ്ലേ നല്ലതാണെങ്കിൽ, ആ വിഷനുമായിട്ട് ലൈനാണെങ്കിൽ, ആക്ടേഴ്സിന് ഒരിക്കലും ആ ഒരു ഈഗോ പ്രശ്നം ഉണ്ടായിട്ടൊന്നും ചെയ്യാതിരുന്നിട്ടൊന്നുമില്ല. ആൾക്കൂട്ടത്തിൽ തന്നെയിൽ മോഹൻലാൽ സാറും മമ്മൂട്ടി സാറും രണ്ടുപേരും അഭിനയിക്കുകയാണ്. എക്സാക്ട്ലി. ഞാൻ ആക്ച്വലി ആദ്യത്തെ പോസ്റ്റർ വന്നപ്പോൾ ഒരു ബൊക്കെ പോലെ ഉണ്ടായിരുന്നു അല്ലേ? കാരണം ശരിക്കും സച്ച് എ ബ്യൂട്ടിഫുൾ ബൊക്കെ ദ പോസ്റ്റർ ഡിസൈൻ. പക്ഷെ മലയാള സിനിമയിൽ ഇതിന് മുമ്പും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് ആൾക്കൂട്ടത്തിൽ തന്നെയിൽ മോഹൻലാൽ സാറും മമ്മൂട്ടി സാറും രണ്ടുപേരും അഭിനയിക്കുകയാണ്. വളരെ വെൽ റിട്ടൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിട്ട്. ഇപ്പം നമ്മളുടെ സിനിമ ഇൻഡസ്ട്രിയിൽ എപ്പോഴും കാണപ്പെടുന്നത് ഏത് തരത്തിലുള്ള സ്റ്റാർഡം ഉണ്ടെങ്കിലും കഥ നല്ലതാണെങ്കിൽ, സ്ക്രീൻ പ്ലേ നല്ലതാണെങ്കിൽ, ആ വിഷനുമായിട്ട് ലൈനാണെങ്കിൽ, ആക്ടേഴ്സിന് ഒരിക്കലും ആ ഒരു ഈഗോ പ്രശ്നം ഉണ്ടായിട്ടൊന്നും ചെയ്യാതിരുന്നിട്ടൊന്നുമില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമ റിലീസായ സമയം എനിക്കിപ്പോൾ ഭയങ്കര കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അതിൽ ആസിഫുണ്ട്, നിവിൻ കെയിം ഇൻ ദ വെരി എൻഡ് ഒരു ഷോർട്ടിനായിട്ട്, അത് ശ്രീനിവാസൻ സർ, എല്ലാവരും അതിലൊരു ക്യാരക്ടറായിട്ട്, കുഞ്ചാക്കോ ബോബൻ, ഇവരെല്ലാവരും ഒരു ക്യാരക്ടറായിട്ട് അതിൽ ജീവിക്കാനാണ് വരുന്നത്. അവരവരുടെ ഞാൻ ഇന്ന ആക്ടറാണ് എന്നുള്ളൊരു സ്പേസ് അല്ല. ഇപ്പോൾ എം ടി വാസുദേവൻ നായർ സാറിൻ്റെ ഒരു ആന്തോളജിയിൽ ഒരു ട്രിബ്യൂട്ടായിട്ടാണ് നമ്മളെല്ലാവരും കരുതുന്നത്. അറ്റ്ലീസ്റ്റ് ഐ ഹോപ്പ് ഐ എം റൈറ്റ് ഇൻ സെയിങ് ദാറ്റ്. ഇങ്ങനത്തെ ഒരു അവസരം അങ്ങനെ എനിക്ക് ആദ്യം അശ്വതി ചേച്ചിയുടെ കോള് വന്നപ്പോൾ ഞാൻ വേറെ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ഇപ്പോൾ യെസ്, ദർ ഇസ് നോ അതർ തിങ്. ലോജിസ്റ്റിക്കലി കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നേ ഉള്ളൂ, അല്ലാതെ അതൊരു ഒരിക്കലും ഒരു നോ ആവില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും തന്നെയായിരിക്കും തോന്നിയിട്ടുണ്ടാവും. എം ടി സാറിൻ്റെ വേർഡ്സ് ദാറ്റ് ഹി ക്രിയേറ്റഡ്, അതിന് പകരം വയ്ക്കാൻ വേറെ ആരുമില്ല. അപ്പം അതിലൊരു അഭിനേത്രി എന്ന രീതിയിൽ അങ്ങനെ ഒരു ചാൻസ് കിട്ടുന്ന ഒരു വലിയ ബ്ലെസ്സിംഗ് ആണ്. അല്ല, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരും കോഴിക്കോട്ടുകാരാണ്. ഒരു വടക്കൻ വീരഗാഥയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ. എന്തായിരുന്നു നിങ്ങൾ ചോദിച്ചത്? ഞാൻ തിയേറ്റർ ചെയ്യുന്ന സമയത്ത് പ്രശാന്ത് നാരായൺ സാറ് അദ്ദേഹത്തിൻ്റെ കഥകൾ വെച്ചിട്ട് നാടകം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുട്ടിയെഴുത്തി എന്ന് പറയുന്ന ക്യാരക്ടറും അതുപോലെ തന്നെ ഉണ്ണിയാർച്ച എന്ന് പറയുന്ന ഒരു 2.5-3 മണിക്കൂറുള്ള ഒരു പ്ലേ ആയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാടകമൊക്കെ ചെയ്യാനല്ലാതെ സിനിമയൊന്നും മോഹിക്കാൻ മാത്രമുള്ള ഒരാളായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സിനിമകൾ. അപ്പോൾ അദ്ദേഹം സിനിമ ചെയ്യുന്ന സമയത്ത്, കൂടുതലായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊന്നും ആക്ടേഴ്സ് ആയിട്ട് വന്നിട്ടുമില്ല. അപ്പോൾ അതൊരു ആഗ്രഹമായിട്ട് കിട്ടുക, അതൊന്നും നടക്കില്ലല്ലോ എന്നുള്ള ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആദ്യം സുധീരേട്ടൻ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നത് കുട്ടിയെടുത്തി എന്നുള്ളതായിരിക്കും. ചില സാഹചര്യങ്ങൾ കൊണ്ട് ആ സിനിമ ഷൂട്ട് ചെയ്ത സമയത്ത് മാറ്റി. അങ്ങനെ പിന്നെ ജയരാജ് സാറിൻ്റെ സ്വർഗം തുറക്കുന്ന സമയം, ആ സിനിമയിൽ സീതാലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തു. പിന്നെ അതിൽ ആക്ടേഴ്സിനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഈ ആന്തോളജിയിൽ ആക്ടേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു റൂൾ ഉണ്ടായിരുന്നു. പക്ഷേ പ്രിയൻ സാറ് ഓളവും തീരവും ചെയ്ത സമയത്ത് ഫിലോമിന ചേച്ചി ചെയ്തിട്ടുള്ള ക്യാരക്ടറിനാണ് എന്നെ വിളിച്ചത്. അപ്പോഴും എനിക്ക് അറിയില്ല, ഞാൻ അത് വായിച്ചിട്ടേ ഉള്ളൂ, സിനിമയൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം എന്നോട് ആദ്യം വിളിച്ച് ആ സിനിമ കാണരുത്, അതെനിക്ക് വേണ്ട, ആ രീതിയിൽ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, വേറൊരു ഇതാണെന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമ. അപ്പം ഞാൻ ആലോചിക്കുന്നത് അല്ലെങ്കിൽ കോമഡിയൊക്കെ പോലെ ആയിരിക്കും എന്നൊക്കെയുള്ള രീതിയിലാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഒന്നും അറിയാതെ പോയത് കൊണ്ട് എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. പക്ഷെ എനിക്കത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു റോളായിരുന്നു. ഒരു 67 വയസ്സുള്ള ഒരു ഉമ്മയുടെ ക്യാരക്ടറാണ് അത്. പ്രത്യേകിച്ച് എനിക്ക് വളരെ പ്രയാസം, ദുർഗയുടെ അമ്മയായിട്ട് അഭിനയിക്കുക എന്നുള്ളൊരു വലിയൊരു ചാലഞ്ച് എനിക്കുണ്ടായിരുന്നു.